സ്നേഹനാദം 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 സ്നേഹനാദം. ദൈവത്തിൻ്റെ തിരുനാമത്തിന് സ്തോത്രം. ഈ സ്നേഹനാഥൻ യൂട്യൂബിൽ ചാനലിൽ കൂടി എന്നെ ദർശിക്കുന്ന എൻ്റെ എല്ലാ വാത്സല്യ സഹോദരി സഹോദരന്മാർക്കും കുഞ്ഞുങ്ങൾക്കും വീണ്ടും വരുന്ന ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ വന്ദനങ്ങൾ. കഴിഞ്ഞ മാസം 22-ാം തീയതി ദൈവകൃപയാൽ യൂട്യൂബ് ചാനലിൻ്റെ 4ാമത് വാർഷിക സമ്മേളനം സൂം പ്ലാറ്റ്ഫോമിൽ നടത്തുവാൻ ദൈവം കൃപ ചെയ്തു. ഇപ്പോൾ നാം ആയിരിക്കുന്നത് 5ാം വർഷ പ്രവർത്തനത്തിലാണ്. ദൈവം ഇത്രത്തോളം നമ്മെ നടത്തിയതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ 4 വർഷങ്ങളിൽ നമ്മൾ പ്രസിദ്ധീകരിച്ച ഗാനങ്ങളും സന്ദേശങ്ങളും മറ്റ് പ്രോഗ്രാമുകളും ദൈവനാമത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി പ്രയോജനപ്പെട്ടു എന്നറിയുന്നതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. ഇന്നും ഒരു സന്ദേശവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുവാൻ ദൈവം എന്നെ സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം കരയേറ്റുന്നു. ഇന്ന് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുന്ന വിഷയം കർത്താവിൻ്റെ ദീർഘക്ഷമ എന്നതാണ്. കർത്താവ് ദീർഘക്ഷമയുള്ളവനാണ്, കരുണാസമ്പന്നനാണ് എന്നൊക്കെ നാം മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മുടെ പ്രാർത്ഥനയിൽ അത് ഓർപ്പിച്ച് ദൈവത്തോട് നമ്മുടെ അപേക്ഷകൾ കഴിക്കാറുണ്ട്. ഇന്ന് അല്പമായി അതിനെക്കുറിച്ച് പഠിക്കുവാൻ അല്ലെങ്കിൽ ചിന്തിക്കുവാനായിട്ടാണ് നാം ഒരുമിച്ച് താല്പര്യപ്പെടുന്നത്. അതിനാധാരമായിരിക്കുന്ന തിരുവചനം 2 പത്രോസിൻ്റെ ലേഖനം 3-ാം അധ്യായം 8 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ്. സ്തോത്രം. കർത്താവിൻ്റെ കാര്യപരിപാടികളെക്കുറിച്ചുള്ള ഒരു വിശദീകരണമാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ആ വാക്യങ്ങൾ ഞാനിവിടെ വായിക്കുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരങ്ങൾ ഒരു ദിവസം പോലെയും ഇരിക്കുന്നു എന്നീ കാര്യങ്ങൾ നിങ്ങൾ മറക്കരുത്. ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. ദൈവത്തിന് മഹത്വം. ദൈവത്തിൻ്റെ ദീർഘക്ഷമയുടെ പർപ്പസ്, ഉദ്ദേശം എന്താണ് എന്ന് അതിൻ്റെ അവസാനം രേഖപ്പെടുത്തിയിരിക്കുന്നു. എല്ലാവരും മാനസാന്തരപ്പെടുവാൻ ദൈവം ആഗ്രഹിച്ചിട്ട് ദീർഘക്ഷമയോടെ കാത്തിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം നാം മനസ്സിലാക്കേണ്ടത്. ദൈവത്തിന് മഹത്വം. കർത്താവിൻ്റെ വരവിന് എന്താണ് താമസം? ദൈവം നിത്യനായതിനാൽ നിത്യതയ്ക്കനുസരിച്ചാണ് ദൈവം കണക്കുകൂട്ടുന്നത്, അഥവാ ദൈവത്തിൻ്റെ കലണ്ടർ. 2 പത്രോസിൻ്റെ ലേഖനം 3:8 ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്താണ് കർത്താവിന് വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നു എന്ന് പറയുന്നത്? അഥവാ എന്താണ് കർത്താവിന് വാഗ്ദത്തം? കർത്താവ് പറഞ്ഞു, ഇതാ ഞാൻ വേഗം വരുന്നു എന്ന്. എന്നാൽ കർത്താവിൻ്റെ 2ാം വരവ് ഇതുവരെ ആയിട്ടില്ല. അതുകൊണ്ട് ചിലർ പറയുകയാണ്, കർത്താവ് വരുവാൻ താമസിക്കുന്നു. ഒരുപക്ഷെ കർത്താവ് വരുമോ എന്നുപോലുമുള്ള ചിന്ത പലരുടെയും ഹൃദയത്തിൽ നിന്ന് സാത്താൻ കവർന്നു കളഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് കർത്താവിൻ്റെ കലണ്ടറിനനുസരിച്ച്, കർത്താവിൻ്റെ പദ്ധതിക്കും പരിപാടിക്കും അനുസരിച്ചാണ് കർത്താവിൻ്റെ വരവും ക്രമീകരിച്ചിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കുക. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ വരവിനോട് അനുബന്ധിച്ച് പലതും സംഭവിക്കേണ്ടിയിരിക്കുന്നു. ഉലു മലയിലെ കർത്താവിൻ്റെ പ്രഭാഷണത്തിൽ ആ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. മത്തായി സുവിശേഷം 24-25 വാക്യങ്ങൾ, മർക്കോസിൻ്റെ സുവിശേഷം 13:34 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ, ലൂക്കോസിൻ്റെ സുവിശേഷം 21-ാം അധ്യായം 25 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ നാം ശ്രദ്ധിക്കുമ്പോൾ കർത്താവിൻ്റെ വരവിനെക്കുറിച്ചുള്ള ചില സൂചനകൾ അവിടെ നൽകിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഞാൻ മുകളിൽ പറഞ്ഞ വാക്യങ്ങളിൽ ഒരു ഭാഗം മാത്രം ഇവിടെ ഉദ്ധരിക്കുവാൻ താല്പര്യപ്പെടുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 21-ാം അധ്യായം 25 മുതൽ
28 വരെയുള്ള വാക്യങ്ങൾ. സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ലക്ഷ്യങ്ങൾ ഉണ്ടാകും. കടലിൻ്റെയും ഓളത്തിൻ്റെയും മുഴക്കം നിമിത്തം ഭൂമിയിൽ ജാതികൾക്ക് നിരാശയോടുകൂടിയ പരിഭ്രമം ഉണ്ടാകും. ആകാശത്തിൻ്റെ ശക്തികൾ ഇളകിപ്പോകുന്നതിനാൽ ഭൂലോകത്തിന് എന്ത് ഭവിപ്പാൻ പോകുന്നു എന്ന് പേടിച്ച് നോക്കിപ്പാർത്തും കൊണ്ട് മനുഷ്യർ നിർജീവരാകും. അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോടും മഹാതേജസ്സോടും കൂടി മേഘത്തിൽ വരുന്നത് അവർ കാണും എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ കർത്താവിൻ്റെ വരവിനോടനുബന്ധിച്ച് അനേക കാര്യങ്ങൾ നടക്കുവാനുള്ളതിൽ ഒരു ഭാഗം മാത്രമാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വായിച്ച് കേൾപ്പിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ വരവിനോട് അനുബന്ധിച്ച് അനേക കാര്യങ്ങൾ നടക്കേണ്ടതുണ്ട്. പ്രപഞ്ചത്തോട് കർത്താവിൻ്റെ വരവിന് ബന്ധമുണ്ട്, മനുഷ്യനോട് ബന്ധമുണ്ട്, പ്രകൃതി ശക്തികളോട് ബന്ധമുണ്ട്, പിശാചിനോട് ബന്ധമുണ്ട്. ആകയാൽ അവയെല്ലാം ക്രമീകരിക്കപ്പെടേണ്ടതുണ്ട്. അതിൽ ചിലതാണ് പത്രോസ് തുടർന്നുള്ള വാക്യങ്ങളിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കുവാൻ അവൻ ഇച്ഛിച്ച് നമ്മോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ എന്ന്. ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ നമ്മുടെ വിഷയം ദൈവത്തിൻ്റെ ദീർഘക്ഷമ എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ ഗുണവിശേഷങ്ങളിൽ ഒന്നാണ് ദീർഘക്ഷമ. പഴയ നിയമത്തിൽ പലയിടങ്ങളിൽ ദൈവത്തിൻ്റെ ദീർഘക്ഷമയെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നതിൽ ഒരു ഭാഗം മാത്രം ഞാനിവിടെ വായിക്കട്ടെ. പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം 6-ാം വാക്യം. യഹോവയായ ദൈവം കരുണയും കൃപയും ഉള്ളവൻ, ദീർഘക്ഷമയും മഹാദയയും വിശ്വസ്തതയും ഉള്ളവൻ. പ്രിയമുള്ളവരെ, വചനം വളരെ സ്പഷ്ടമായി പറയുന്നു, യഹോവയായ ദൈവം കരുണയും കൃപയുമുള്ളവൻ, ദീർഘക്ഷമയും മഹാദയയും ഉള്ളവൻ. അതെ, നമ്മുടെ ദൈവം ദീർഘമായി ക്ഷമിക്കുന്ന ദൈവമാണ്. ദൈവത്തിന് മഹത്വം. പുതിയ നിയമത്തിൽ റോമാലേഖനം 9-ാം അധ്യായം 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ വീണ്ടും അതിനെക്കുറിച്ച് കാണുവാൻ കഴിയുന്നു. ദൈവത്തിൻ്റെ ക്ഷമ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു. എല്ലാവരും മാനസാന്തരപ്പെടുവാൻ കർത്താവ് ദീർഘക്ഷമയോടെ കാത്തിരിക്കുന്നു എന്നർത്ഥം. നമ്മെ നശിപ്പിക്കുവാൻ എല്ലാ കാരണങ്ങളും ദൈവത്തിൻ്റെ പക്കൽ ഉണ്ടായിട്ടും നമ്മോട് ദീർഘക്ഷമ കാണിച്ച് ഈ ഭൂമിയിൽ ആയുസ്സോടെ നമ്മെ വച്ചിരിക്കുന്ന ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുവാൻ ഇടയാകട്ടെ. എന്താണ് അവൻ്റെ വാഗ്ദത്തം? വീണ്ടും വരും. അനേകരും ചോദിക്കുന്നത്, കർത്താവ് ഇനി വരുമോ? തീർച്ചയായിട്ടും വരും. കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങൾ ലോകത്തിലുടനീളം നാം കണ്ടുവരുന്നു. ശാസ്ത്രജ്ഞന്മാർ അത് വിളംബരം ചെയ്യുന്നു. ദൈവത്തിൻ്റെ വചനം അത് പ്രഘോഷിക്കപ്പെടുന്നു. അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ വരവും ഉണ്ടാകും, നിശ്ചയമാണ്. അത് സംഭവിക്കാതെ ഇരിക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. യേശു ഇനി വന്നാൽ പിന്നെ മാനസാന്തരത്തിലുള്ള അവസരം ഉണ്ടാകയില്ല. ഇപ്പോൾ രക്ഷാദിവസം, ഇപ്പോൾ സുപ്രസാദകാലം, രക്ഷയ്ക്കായി കാക്ഷിക്കുന്നവനെ ഞാൻ അതിലാക്കും എന്നോ ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. കർത്താവിൻ്റെ വരവിൽ രക്ഷിക്കപ്പെടാത്തവർക്ക് നാശവും രക്ഷിക്കപ്പെട്ടവർക്ക് ആശ്വാസവും ആയിരിക്കും. 2 തെസ്സലോനിക്യ ലേഖനം 1-ാം അധ്യായം 9-10 വാക്യങ്ങളിൽ ഇപ്രകാരമാണ് കാണുന്നത്: കർത്താവിൻ്റെ ദീർഘക്ഷമ നമുക്ക് അനുഗ്രഹമാണ്. ഏതൊരു കാലത്തേക്കാളും പരിഹാസികൾ കൂടിയിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. കർത്താവിൻ്റെ വരവിനെക്കുറിച്ചുള്ള ചിന്ത മനസ്സുകളിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്യുവാൻ ശത്രുവാകുന്ന പിശാച് അശാന്ത പരിശ്രമം നടത്തുമ്പോൾ, പ്രിയമുള്ളവരെ, നാം കുറയ്ക്കാം. നമ്മുടെ കർത്താവ് വരും. മാറാ നാഥ.